السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام إلى آخر الآية. وقال رسول الله صلى الله عليه وسلم: ما أسكر كثيره فقليله حرام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനമുള്ള ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, ഒരിക്കൽ ഒരു വ്യക്തിക്ക് 3 കാര്യങ്ങളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയുണ്ടായി. ആദ്യമായി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊന്നുകിൽ മദ്യപിക്കാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിനക്ക് വ്യഭിചരിക്കാം, അല്ലെങ്കിൽ ഒരാളെ നിനക്ക് കൊലപ്പെടുത്താം. അദ്ദേഹം ചിന്തിച്ചു, മനുഷ്യത്വമുള്ള എനിക്ക്, സുന്ദരമായ മനസ്സിൻ്റെ ഉടമയായ എനിക്ക് അകാരണമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ കഴിയില്ല. അപ്രകാരം തന്നെ മറ്റൊരു ഭർത്താവിൻ്റെ മറ്റൊരാളുടെ ഭാര്യയായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുവാനും എനിക്ക് കഴിയില്ല. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തു മദ്യപിക്കാം. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, അദ്ദേഹം മദ്യപിച്ചു. ശേഷം അതിൻ്റെ പേരിലുണ്ടായ തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തി അവിടെയുണ്ടായ ഒരു സ്ത്രീയെ വ്യഭിചരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ അദ്ദേഹം ഏറ്റവും ചെറുതാണെന്ന വിചാരത്തിൽ തിരഞ്ഞെടുത്ത ഒരു കാരണം അദ്ദേഹത്തെ ബാക്കിയുള്ള 2 കാരണങ്ങളും ചെയ്യിപ്പിച്ചു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ അള്ളാഹു സംവിധാനിച്ച അത്യുന്നതമായ ഗുണങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായ സൃഷ്ടിയാണ് മനുഷ്യൻ. നിരവധി സവിശേഷതകൾ കൊണ്ട് അനുഗ്രഹീതനായ മനുഷ്യനെ അവൻ്റെ അടിസ്ഥാനപരമായ ഗുണങ്ങളിൽ നിന്നും അകറ്റിക്കളയുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന, മാനുഷിക മൂല്യങ്ങളിൽ നിന്നും മനുഷ്യനെ ബഹുദൂരം പിന്നോട്ടടിക്കുന്ന, മനുഷ്യബുദ്ധിയുടെ സ്ഥിരതയെ നീക്കം ചെയ്യുകയും അസ്ഥിരമായ ബൗദ്ധിക ചലനങ്ങൾ മനുഷ്യനിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ലഹരി. അടുത്ത കാലത്തായി നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലഹരി ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു ശതമാനം കുട്ടികളോ യുവാക്കളോ ആണ്. എന്നാൽ എവിടെ നിന്നാണ് കുട്ടികൾക്കും യുവാക്കൾക്കും ലഹരി കിട്ടുന്നത്? ഇതിനായി ഇന്ന് വിദ്യാലയങ്ങളും പൊതു കളിസ്ഥലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിശ്ചയമായും മദ്യവും ചൂതാട്ടവും ഒക്കെ പിശാചിന്റെ പ്രവർത്തികളിൽ പെട്ട മ്ലേച്ഛതകളാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ വെടിയുക, നിങ്ങൾ ഉപേക്ഷിക്കുക. ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, ഒരു ഭർത്താവ് മയക്കുമരുന്നിനടിമയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഇടയിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഒരു ഭാര്യ മയക്കുമരുന്നിനടിമയാണ്, അതേ പ്രശ്നം തന്നെയാണ് അവിടെയും ഉണ്ടാകുന്നത്. പരസ്പരം വിള്ളലുകൾ ഉണ്ടാകുന്നു, പരസ്പരമുള്ള ഒത്തുചേരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ആയത്തിന്റെ ശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. മദ്യവും ചൂതാട്ടവും കൊണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, പിശാച് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് വെറുപ്പും വിദ്വേഷവുമാണ്. നിങ്ങളുടെ ബന്ധങ്ങളെ പരസ്പരം ശിഥിലമാക്കാനാണ്. കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാം, നിങ്ങൾക്ക് നിങ്ങളുടെ അന്തസ്സ് നഷ്ടപ്പെടാം, നിങ്ങളുടെ സ്വത്തുകൾ നഷ്ടപ്പെടാം, നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ സന്താനങ്ങൾ നഷ്ടപ്പെടാം. ഒരു മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തച്ചു തകർക്കുകയും സാമൂഹികമായി അവനെ തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒന്നാണ് ലഹരി. ബഹുമാനികളെ, നാം മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധിത സമൂഹമായിരുന്ന അറബികൾ ഏറ്റവും അധികമായി ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. എത്രത്തോളം എന്നാൽ, താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മണ്ണറയ്ക്ക് മുകളിൽ മുന്തിരിവള്ളി നടണമെന്നും അതിലൂടെ മദ്യത്തിൻ്റെ രുചി അതിനകത്ത് കിടന്ന് തനിക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നും തൻ്റെ അനന്തരാവകാശികളോട് വസിയത്ത് ചെയ്യുന്നവരായിരുന്നു അറബികൾ. ഈ അറബികളെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിവർത്തിപ്പിച്ചത്.
എപ്രകാരമാണ് പരിവർത്തിപ്പിച്ചത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എപ്രകാരം പരിവർത്തിപ്പിച്ചു? അള്ളാഹു പറഞ്ഞു, ലാ തഖറബുസ്സലാ വഅൻതും സുകാറ, നിങ്ങൾ ലഹരിയിലായിരിക്കും, നിങ്ങൾ നമസ്കരിക്കരുത്. അങ്ങനെ അള്ളാഹു ലഹരിയുടെ മുഴുവൻ ദൂഷ്യമായ വശങ്ങളെയും അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്ത്രപരമായി തന്നെ അവരിൽ നിന്ന് മദ്യത്തെ, ലഹരിയെ, മയക്കുമരുന്നിനെ പരിപൂർണമായ നിലയിൽ നിർമ്മാർജ്ജനം ചെയ്തു. അതുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചാൽ, ഈ മാർഗത്തെ അനുധാവനം ചെയ്താൽ, ഇതേ മാർഗത്തെ പിൻപറ്റിയാൽ നമുക്കും നമ്മുടെ സമുദായത്തിനിടയിൽ, നമ്മുടെ യുവാക്കൾക്കിടയിൽ, നമ്മുടെ കൗമാരക്കാർക്കിടയിൽ, നമ്മുടെ കുട്ടികൾക്കിടയിൽ എല്ലാം ഇത്തരത്തിലുള്ള ലഹരി നിർമ്മാർജ്ജനവും സാധ്യമാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഡ്ജസിൻ്റെ ശ്രദ്ധയ്ക്ക് ഓരോ വിദ്യാർത്ഥിക്കും 6 മിനിറ്റാണ് പരമാവധി